ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ. ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ടീനേജിനൊക്കെ ഉണ്ടാവുന്ന സകല മുൻശുണ്ടിയും തന്നിഷ്ടമൊക്കെ അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ ആയി കാണും. അച്ഛൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മു ഒന്ന് വേഗം എണീക്ക്. ഒരു രാവിലെ 8 മണിയൊക്കെ ആവാതെ കിടക്ക വിട്ട് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. മുഖമൊക്കെ വീർപ്പിച്ച് കെട്ടി പിറുപിറുത്ത് കണ്ണും തിരുമ്മി അങ്ങനെ എണീറ്റ് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല പനിയാട്ടാ. ഞാൻ അമ്മയുടെ റൂമിന്റെ വാതിലിന്റെ അവിടെ ചെന്ന് എത്തി നോക്കി. അപ്പോൾ ഒന്ന് തല പോലും പൊക്കാൻ പറ്റാണ്ട് ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുക അമ്മ. ഒന്ന് പറഞ്ഞു, ഒരു ഗ്ലാസ് കട്ടൻ ചായ തരൂ അമ്മയ്ക്ക്. പക്ഷെ അപ്പോഴും നേരത്തെ വിളിച്ചതിൻ്റെ ഒരു ദേഷ്യം എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈസി കുക്കിന്റെ മുകളിൽ എങ്ങനെയൊക്കെയോ ഒരു ചായ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അപ്പൊ അമ്മ ചോദിച്ചു, നീ ഈ ഗ്ലാസ് കഴുകിയിട്ടല്ലേ എടുത്തേന്ന്. അത് അമ്മയ്ക്കൊരു ശീലാണ്. എല്ലാ പാത്രവും എടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടി കഴുകും. എനിക്ക് അന്നുമില്ല ഇന്നുമില്ല അങ്ങനത്തെ ഒരു ശീലം. പക്ഷെ ഞാൻ പറഞ്ഞു, ആ കഴുകിയതാ. അമ്മ ചോദിച്ചു, നീ നുണ പറയുന്നതല്ലേ എന്ന്. അപ്പൊ എന്റെ മറുപടി, എനിക്ക് ഇത്രയൊക്കെ പറ്റൂ, അമ്മ വേണമെങ്കിൽ കുടിക്കൂ. പക്ഷെ അമ്മ ഒന്നും മിണ്ടിയില്ല. അത് കേട്ടിട്ട് എത്ര ക്രൂരായിരുന്നു ആ വാക്ക് എന്ന് തിരിച്ചറിയാൻ എനിക്ക് പിന്നെ ഒരുപാട് സമയമെടുത്തു. പിന്നെ പലപ്പോഴും അമ്മയുടെ പല ബുദ്ധിമുട്ട് സമയങ്ങളിലും എനിക്കൊരു 100% ഒക്കെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ അന്ന് പറഞ്ഞ ആ വാക്ക്, ആ കൗമാരക്കാരി ഒരു ഇത്തിരി കടന്നുപോയില്ലേ. ഇന്നിപ്പോ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിലും കുടിക്കണമെങ്കിലും സ്വയം ഉണ്ടാക്കണം, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആയപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്നുകൂടി വിശാലമായിട്ടുള്ള ആംഗിളിൽ കാണാൻ പറ്റുന്നുണ്ട്. ചില പാഠങ്ങൾ അങ്ങനെയാണ്, അത് കാലത്തിന് മാത്രമേ നമ്മളെ പഠിപ്പിക്കാൻ പറ്റൂ.